ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് റൂമിലോ അതുപോലെ തന്നെ ഹാളിലോ വീടിൻ്റെ ഏതെങ്കിലും സ്ഥലത്തായാലും നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള സ്വിച്ച് ബോർഡിൽ എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. സീലിങ്ങിൽ എത്ര പോയിന്റുകളാണ് വേണ്ടതെന്ന് ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കണം. എവിടേക്കാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് തീരുമാനിക്കണം. ഇതെല്ലാം നമ്മൾ ഒരു റൂം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യമേ തന്നെ അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യാവൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് പിന്നീടായിരിക്കും നമുക്കവിടെ ലൈറ്റിൻ്റെ ആവശ്യമൊക്കെ തോന്നുന്നത്. പിന്നീട് ഒരു ലൈറ്റിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് റിസ്ക്കി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല സെപ്പറേറ്റ് സ്വിച്ചുകൾ കിട്ടുക എന്ന് പറയുന്നതും പിന്നീട് പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കണം ഔട്ടറിൽ ഇപ്പോൾ ഒരു റൂമാണ്, റൂമിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡിൻ്റെ ഏരിയ വരുന്നുണ്ട്. ബെഡിൻ്റെ ഏരിയയിൽ സെപ്പറേറ്റ് സീലിംഗ് വരുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ബെഡിൻ്റെ പൊസിഷൻ വരുന്ന സമയത്ത് കട്ടിലിൻ്റെ ഏരിയയിൽ മുകളിൽ നിന്ന് താഴേക്ക് സെപ്പറേറ്റ് ഒരു സ്ക്വയർ, അതായത് കട്ടിലിൻ്റെ സെയിം ലെവലിൽ തന്നെ വരുന്നുണ്ട്. അവിടെ തന്നെ 2 ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ആ കട്ടിലിൻ്റെ മുകളിൽ മാത്രമായിട്ട് LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ 3 പോയിന്റുകൾ നമ്മളതിനെ സെലക്ട് ചെയ്തു. പിന്നെ ഒരു ഫാൻ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ വരുന്ന ലൈറ്റ്സുകളാണ് ഈ കാണുന്ന എല്ലാം തന്നെ സൈഡിൽ വരുന്ന ലൈറ്റുകളാണ്. അപ്പോൾ സൈഡിൽ വരുന്ന ലൈറ്റുകൾ നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു. അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ലീഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ലീഡ് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ലീഡാക്കി കൊടുക്കാം. അപ്പോൾ മൊത്തം 4 ലീഡായി കഴിഞ്ഞു, 4 സ്വിച്ചായി കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ തന്നെ ആ സൈഡിൽ കൊടുക്കുന്ന ലൈറ്റിനോട് LED സ്ട്രിപ്പ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ 5 സ്വിച്ച്, 5 ലീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 5 ലീഡ് എന്ന് ഉദ്ദേശിച്ചാൽ 5 വയറാണ് വരുന്നത്. ഈ 5 വയറും ന്യൂട്രലുമാണ് വരുന്നത്. ഈ 5 വയറിൻ്റെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ന്യൂട്രൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ന്യൂട്രൽ കൊടുക്കണമെന്ന് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീലിങ്ങിൻ്റെ ലൈറ്റ് ഇടുന്ന സമയത്ത് ഈ കാണുന്നതെല്ലാം കണ്ടോ, നമ്മൾ സീലിങ്ങിൻ്റെ ലൈറ്റ് ഇടുന്ന സമയത്ത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ നമ്മൾ കൊടുക്കുന്ന 6 വാട്ടിൻ്റെ ലൈറ്റുകളാണ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാട്ട്സും വരുന്നുണ്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 ലൈറ്റ് ഇടയിൽ തന്നെ 30 വാട്ട്സ്, 6×5 30, അങ്ങനെ 30 വാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 1 സ്ക്വയർ വയറിൽ വരുന്ന ആംബിയർ ഇത്തിരി കൂടുതലായിരിക്കും മൊത്തം ടോട്ടൽ വരുന്ന സമയത്ത്. പിന്നീട് അത് മാത്രമല്ല നമ്മൾ ഈ സീലിംഗ് ചെയ്തതിന് ശേഷം ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, അതായത് നമ്മൾ ന്യൂട്രലിൻ്റെ കുറവ് മൂലം, അതായത് അത്യാവശ്യം ലൈറ്റ്സുകൾ ഉണ്ടെങ്കിൽ ന്യൂട്രലിൻ്റെ കുറവ് മൂലം ഒരു സിംഗിൾ സ്ക്വയർ 1 സ്ക്വയർ വയറൊക്കെ നമ്മൾ ഇട്ടിരുന്നെങ്കിൽ ആ ലൈറ്റുകൾ ബ്ലിങ്ക് ആവുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കുന്നത് ചില സ്ഥലങ്ങളിലാണ്, ചില സമയത്താണ് കാണുന്നത്. പക്ഷേ നമുക്കത് ന്യൂട്രലിൻ്റെ 1 സ്ക്വയർ മാറ്റി ഒരു 1.5 അല്ലെങ്കിൽ 1.5 മതിയോ, 1.5 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലിങ്കിങ് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് LED ലൈറ്റ്സുകളെല്ലാം തന്നെ 6 വാട്ട്സ് എടുക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് തരുന്നെങ്കിലും അത് ഹൈ ലെവലിൽ ആംബിയർ സ്റ്റാർട്ടിങ് എടുക്കുന്നുണ്ട്. ആ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സ്വിച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു വയറിന്ന് മുട്ടിച്ചാൽ മനസ്സിലാക്കും ഹൈ സ്പാർക്ക് ചെയ്തിട്ടാണ്. അത് മോട്ടറൊക്കെ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് സ്പാർക്ക് ചെയ്യുന്ന ലെവലില്ലേ, അതായത് ആ അത്രയും ലെവലിൽ തന്നെ ഹൈ ആംബിയറാണ് ഫസ്റ്റ് അഡാപ്റ്റർ സിസ്റ്റം എടുക്കുന്നത്. പിന്നീട് നോർമൽ ലെവലിലേക്ക് വർക്കാവും. അപ്പോൾ അതുകൊണ്ട് ആ ബ്ലിങ്കിങ് പല രീതിയിലും കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ന്യൂട്രൽ വലിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ഒരു 2 ന്യൂട്രലുകൾ സീലിങ്ങിലേക്ക് കയറ്റി ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നീട് ബ്ലിങ്കിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, പിന്നീട് LED സ്ട്രിപ്പ് കൊടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം വരുന്ന സമയത്ത് സെപ്പറേറ്റ് ന്യൂട്രൽ സീലിങ്ങിൻ്റെ അകത്തേക്ക് വലിക്കുക എന്ന് പറയുന്നത് പിന്നീട് പ്രശ്നമായിരിക്കും. പിന്നീട് നമ്മൾ കൈയിട്ടാലൊന്നും നമുക്കത് വലിച്ചെടുക്കാൻ സാധിക്കില്ല, ഹൈ റിസ്കി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇത് തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സീലിങ്ങിൽ നമുക്ക് ധൈര്യമായിട്ട് എത്ര ലൈറ്റ്സ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീലിംഗ് ലൈറ്റ് പറഞ്ഞാലും അവസാനം നമ്മൾ സ്റ്റേജിൽ, അതായത് ഫിനിഷിങ് സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മൾ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലൈറ്റിൻ്റെ കുറവ് ഫീൽ ചെയ്യും. ആ കുറവ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റിൻ്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കും. അതായത് വാട്ട്സ് കുറച്ചിട്ട് മാക്സിമം ചിലപ്പോൾ എണ്ണം കൂട്ടും, അതല്ലെങ്കിൽ എണ്ണം കുറച്ചിട്ട് വാട്ട്സ് കൂട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വാട്ട്സ് കൂടുന്ന സമയത്തും വരുന്ന ലൈറ്റ്സുകളുടെ എണ്ണം വരുന്ന സമയത്തും നമുക്ക് ഈ ന്യൂട്രൽ പോരാതെ വരും. പിന്നീട് നമുക്ക് വലിക്കാനും സാധിക്കില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീലിങ്ങിൽ വയർ വലിച്ചിടുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും വയറുകളുടെ തുമ്പുകൾ വരാറുണ്ട്. ഈ തുമ്പുകൾ പല സ്ഥലങ്ങളിലും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ചില നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ ചില ലൈറ്റ്സുകൾ നമ്മൾ ഉപേക്ഷിക്കും. അതായത് ഡിസൈനിങ് ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ ഈ വരുന്ന ലൈറ്റ്സുകൾ നമ്മൾ ഉപേക്ഷിച്ച് ഏതെങ്കിലും, അതായത് അതിൻ്റെ അകത്ത് ചാനലിൽ, അതായത് നമ്മൾ ന്യൂട്രൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ കട്ട് ചെയ്തിട്ട് സ്ഥലങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ലീഡ് വയർ കട്ട് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിട്ടുണ്ടാവും. ഇതെല്ലാം ചാനലിൽ പോയി മുട്ടിക്കിടപ്പുണ്ടാവും, അതിൻ്റെ തുമ്പ് മുട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ലീഡ് വയർ ആണെങ്കിൽ, അത് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വയർ ആണെങ്കിൽ നമുക്ക് സ്വിച്ചിൽ കൊടുത്താൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ ന്യൂട്രൽ എവിടെയെങ്കിലും പോയി ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രിപ്പിംഗ് ആയിരിക്കും. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഹൈ റിസ്കി ആയിരിക്കും.
ഓരോ ന്യൂട്രും അഴിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ന്യൂട്രൽ നമ്മൾ അഴിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ന്യൂട്രായിരിക്കും മറ്റ് ലൈറ്റുകൾ കൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലൈറ്റ് തെളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് വയർ വലിക്കുന്ന സമയത്താണെങ്കിലും സീലിങ്ങിൽ വലിക്കുന്ന വയറിൻ്റെ തുമ്പത്ത് ഏറ്റവും എൻഡ് വരുന്ന തുമ്പിൽ ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് മസ്റ്റായിട്ട് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ കാണിച്ചു തരാൻ കണ്ടോ, ഇതിൻ്റെയൊക്കെ എൻഡ്, ആ വയറിൻ്റെയൊക്കെ എൻഡ് വരുന്ന കണ്ടോ, ഈ എൻഡ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് എല്ലാം തന്നെ നമ്മൾ ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട. നമ്മൾ ആ വയർ എടുത്തില്ലെങ്കിൽ കൂടിയും അത് അതിൻ്റെ അകത്ത് എവിടെ പോയി ടച്ച് ചെയ്ത് കിടന്നാലും ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവില്ല. അതല്ല നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വയർ എവിടെയെങ്കിലും പോയി ടച്ച് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ, ന്യൂട്രൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എർത്താവും, ട്രിപ്പാവും, ELCB ട്രിപ്പായിക്കൊണ്ടിരിക്കും. അതാണ് അടുത്തൊരു കാര്യം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ഹോസ് കുറച്ച് ലെങ്ത്തിൽ ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതി തോന്നും സീലിംഗ് തൊട്ടടുത്തല്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫ്ലെക്സിബിൾ ഹോസ് ഏകദേശം 1 മീറ്ററോളം താഴ്ത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനുഭവത്തിൻ്റെ രീതിയിൽ പറയുന്നതാണ്. കാരണം നമ്മൾ ഇടുന്ന ലൈറ്റ്സുകൾ നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന ലെവലിൽ പാർട്ടിയുടെ അതായത് ആ വീടിൻ്റെ നമ്മൾ ചെയ്യുന്ന ആളുകളുടെ ചിലപ്പോൾ എക്സ്പെൻസോ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ലൈറ്റിൻ്റെ എണ്ണം കുറയ്ക്കും. ലൈറ്റിൻ്റെ എണ്ണം കുറയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സൈഡിൽ 4 കൊടുക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ 2 കൊടുക്കാൻ പറയും. അപ്പോൾ ഈ 2 കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ 4 വേണ്ടിയിട്ട് 4 വയർ വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വയർ എത്താതെ വരും. അപ്പോൾ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നിടത്താണ് കുറച്ച് ലെങ്തി കൂട്ടിയിടുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, ചില ഏരിയകളിൽ നമ്മൾ ആദ്യം തീരുമാനിച്ച പോലെ ആയിരിക്കില്ല ലൈറ്റിൻ്റെ പൊസിഷൻ വരുന്നത്. കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറയും. ഒരടിയോ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വയർ എത്താതെ വരും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫ്ലെക്സിബിൾ ഹോസ് അത്യാവശ്യം ലെങ്ത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, വയർ ലെങ്ത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എവിടെ വേണമെങ്കിലും ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാം ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്, ഒരു ഇലക്ട്രീഷ്യൻ ഒരു അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീട് ഒരു വയർ നമ്മളൊരു പൊസിഷൻ മാറ്റുന്ന സമയത്ത് അവിടേക്ക് വയർ എത്താതെ വരികയും പിന്നെ ആ വയർ കിടക്കുന്ന സ്ഥലത്ത് ജിപ്സം ബോർഡ് കട്ട് ചെയ്യുകയും അവിടെ നിന്ന് ഇഴപ്പിച്ച് നേരെ ജോയിൻറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് എടുത്ത് അങ്ങനെ ഒരുപാട് റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ സീലിങ്ങിൽ വയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സീലിങ്ങിൻ്റെ വയറിങ്ങും അതുപോലെ ട്രിപ്പിംഗ് ആവാത്ത രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ട്രിപ്പിംഗ് ആയി കഴിഞ്ഞാൽ, സീലിങ്ങിൽ കിടന്നിട്ട് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഹൈ റിസ്ക്കിയാണ്. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ലൈക്കിനനുസരിച്ചിട്ടായിരിക്കും ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.